എടാ ഇത് നമ്മുടെ 8ാമത്തെ ഷോർട്ട് ഫിലിമാണ്. ഓക്കെ, സോറി 9ാമത്തെ. അത് ശരി. കഥ പറയാം, കേക്കട്ടെ? കേക്കണ്ട. അവന്റെ കാറ്റ് പിന്നെ കണ്ടാ മതി. ഒരു ബൗളിൽ മണി പ്ലാന്റുകൾക്കിടയിൽ ജീവിച്ചിരുന്ന ഒരു ജീവി ഉണ്ടായിരുന്നു. ഓറഞ്ച് കളറിലുള്ള മീനുകളായിരുന്നു അവ. നാട്ടുകാർ അതിനെ ഗോൾഡ് ഫിഷ് എന്നൊക്കെയാണ് പറയാറുള്ളത്. 2 ഗോൾഡ് ഫിഷുകൾ തമ്മിൽ പെട്ടെന്നൊരു ദിവസം പ്രണയത്തിലാവുകയാണ്. ഇതിനൊക്കെ കാരണം ആ വീട്ടിൽ മണി പ്ലാന്റുകൾക്കിടയിൽ മീനുകളെ വളർത്തുന്ന ഒരു സൈക്കോ ആണ്. ഇയാൾക്ക് എത്ര ഗൗരവം? ആളാദ്യം ഒരു ബൗള് വാങ്ങി ഒരു വെറൈറ്റിക്ക് വേണ്ടി ഓറഞ്ച് കളർ മീന് വളർത്തി. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ സൈക്കോ എത്ര ചോദിച്ചിട്ടും ഇവനൊന്നും മിണ്ടണില്ല എന്ന് പറഞ്ഞിട്ട് ആ മീനെ 2 ദിവസം പട്ടിണി കിട്ടു. അപ്പം ആ മീന് പറഞ്ഞു, എടാ പ്രാന്ത, നീ വെള്ളം ഇറങ്ങാതെ ചാവടാ. അത് നമ്മുടെ സൈക്കോ ആണെന്ന് പിടിച്ചില്ല. അവൻ പോയി ഒരു സുന്ദരിയായ പെൺകുട്ടിയെ വാങ്ങി തൊട്ടടുത്ത് വെച്ച് മറ്റവനെ കൊതിപ്പിച്ചു. ഇതെല്ലാം കണ്ട് നോക്കി രസിക്കായിരുന്നു നമ്മുടെ സൈക്കോ അണ്ണൻ. അങ്ങനെ ഒരു ദിവസം ഗ്ലാസ് പൊട്ടി പെൺമീൻ മരിക്കുകയാണ് സുഹൃത്തുക്കളെ, മരിക്കുകയാണ്. അത് കണ്ട് ഡിപ്രഷനിലായ ആൺമീൻ സൈക്കോ അണ്ണനെ ശപിച്ചു. നിനക്കൊന്നും ഒരു കാലത്തും പെണ്ണ് കിട്ടില്ല ചെറ്റേ. ഇത് കേട്ട് സഹതാപം തോന്നിയ നമ്മുടെ പാവം സൈക്കോ അണ്ണൻ അവൻ്റെ ഒറ്റയ്ക്കുള്ള അവസ്ഥ കണ്ട് അവനെ ഉച്ചയ്ക്ക് വറുത്തു തിന്നു. കഥ എങ്ങനെയുണ്ട്? ഗോൾഡ് വിഷൻ സൈക്കോ മോനെ കേട്ടതിനെ ഫുൾ ചാർജായി. എന്തത് ചാർജ്? അത് ശരി. ഇഷ്ടമായി പപ്പട ഹിറ്റ്. നെറ്റ്ഫ്ലിക്സിൽ എലമെന്റ്സ് തോന്നണേ. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ടേ. എന്താ പ്രശ്നം? പ്രൊഡ്യൂസറിനെ ഇടണ്ടേ? എത്ര പ്രശ്നം വേണം? സംതിങ് ഫിഷി. എല്ലാം മുടക്കങ്ങളാണല്ലോ. എന്ത് മുടക്കം? ഇവൻ്റെ അതിന് പേപ്പർ പറഞ്ഞു പോയത്. എടാ നമ്മുടെ ഏതെങ്കിലും ഷോർട്ട് ഫിലിം ഇതുവരെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഉണ്ടോ? ഇല്ല. അതാ പറഞ്ഞത്. എൻ്റെ കൈ തരിക്കണ പോലെ മഴ വരുന്നുണ്ടെന്നാ തോന്നണത്. തുടങ്ങിയാൽ പറ്റും. എടാ ഇത് നോർമലല്ല, നോർമലായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല. കോസ്മിക് റിപ്പോർട്ട് വളച്ച് കെട്ടാണ്ടൊന്നും നേരെ പറ. ആസ്ട്രോളജി. യു മീൻ ബാബ? യെസ്, ബാബ. ഷോർട്ട് കട്ട് ബാബ. പൊരിച്ചു കോഴിനെ വരെ വറുത്തിന്ന ആളാണ്. പിന്നെ നമ്മുടെ പച്ചക്ക് വിഴുങ്ങുള്ള തീരുന്നു. അതിനെ ഡയലോഗ് മതി. എടാ ഇതാണ് ബാബ. കണ്ടറിയൂടായ്പാണ്. എടാ ജസ്റ്റ് പോയോക്കാലോ, അല്ലെങ്കിൽ ഡോക്യുമെന്റ് എടുത്ത് തരാം. യെസ്, പിന്നെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. എന്തേ, അയാളുടെ അസിസ്റ്റന്റ് വക ഒരു ചായയും ഒരു ഗ്ലൂക്കോസ് ബിസ്ക്കറ്റും കിട്ടും. എന്ത് തേങ്ങയെങ്കിലും അവിടെ ഇതൊക്കെ ഒന്ന് ശരിയായി കിട്ടിയാൽ മതി. അതാണ്ട് നോക്ക് വരണോ, ആരെന്നെ കുറ്റം പറയേണ്ടി തോന്നണോ? ഓ തേച്ചടിച്ച് കുളിക്കട പട്ടി. ഈ ജാതകത്തിന് ഇപ്പോ കണ്ടകശനിയാണല്ലോ. അതിന് ഞങ്ങൾ ജാതകം തന്നില്ലല്ലോ. ജാതകം നോക്കിട്ട് പറയാം. നിങ്ങളുടെ പ്രശ്നം കൃത്യമായി ബാബയോട് പറഞ്ഞോളൂ. പറയടാ. പറ. സോറി, ഫീൽ മാറി. എവിടെ നിന്നൊക്കെയോ കഷ്ടപ്പെട്ട് കോപ്പി അടിച്ച് ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ പോയാ 4 സൈഡ് ഉണ്ടെങ്കിൽ 16 സൈഡിൽ പ്രശ്നങ്ങൾ വരും. എവിടെ നിന്നൊക്കെ അടി വരുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. എന്തെങ്കിലും പറ്റും? ഇല്ലടാ, എനിക്കൊന്നും പറ്റിയില്ല. ഞാനെന്തേ മോർച്ച് വരെ പോട്ടെ. ഷൂട്ടിങ് നടക്കില്ല, ഒടുക്കത്തെ വെയില. എന്താ ചെയ്യാൻ പറ്റി? എന്ത് ചെയ്യാൻ? മഴ വരേണ്ട സീനിൽ വെയില്. എന്നാ വെയിലത്തെടുക്കാന്ന് വെച്ചാൽ ശാപം. ഷോർട്ട് ഫിലിം ശാപം. പാണ്ടി വണ്ടി തളർന്നോട് കയറി പോലെ
ഷൂട്ട് നടക്കാതെ ഡേറ്റ് മാറ്റി എല്ലാം ഒത്തുവന്ന ആക്ടേഴ്സിന് എടാ എനിക്കൊരു കല്യാണം ഉണ്ട്. പ്രോഗ്രാം ഉണ്ട് കേട്ടോ. എന്നെ വീട്ടിൽ നിന്ന് വടത്തിലാണോ? ലീവില്ല. ഓക്കെ, സ്റ്റോറി എന്താണ്? ഗോൾഡ് വിഷ ഇതിനൊക്കെ ആരാടാ പൈസ ഇറക്കുന്നേ? ആദ്യം അവന്മാർ വരുമെന്നൊന്ന് നോക്കട്ടെ. ഞാനൊന്നുമില്ല ഈ മണ്ടപ്പടത്തിന്. ചെറിയ കുട്ടികൾ വരെ കളിയേക്കാൻ പറഞ്ഞു. വല്ലാത്ത ദുരന്തമാണോ എന്റെ കഥ? മഴയത്തൊന്നും ക്രിക്കറ്റ് കളിക്കാൻ നിർത്തിയില്ല, അപ്പോഴേക്കും മിന്നലടിക്കും. വളക്ക് വരെ കരിഞ്ഞു പോയി പിന്നല്ലേ. ഇയാളെന്താ മിണ്ടാത്ത? ഇയാൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലേ? ചായയും ബിസ്ക്കറ്റൊന്നും കിട്ടിയില്ല. എന്തായിരുന്നു? ചായപ്പൊടി പഞ്ചസാരയും പാലും ക്രിക്കറ്റൊക്കെ തീർന്നിരിക്കണു. വേണ്ട, ഒരു ചായ പോലും കുടിക്കാൻ പറ്റുന്നു. ഫുള്ള് തടസ്സങ്ങളോ. മോനെ, നിന്റെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോവാത്തൊരു ദുരാത്മാവിനെ നാം കാണുന്നു. കുടിയനായ ജീവിതത്തിൽ പരാജയപ്പെട്ട ഒരു സംവിധായകൻ അയാളുടെ വെബ് സീരീസ് കംപ്ലീറ്റ് ആക്കുന്നതിന് മുന്നേ തട്ടിപ്പോയി. അയാളുടെ പ്രേതമാണ് നിന്റെ കൂടെ. ശാപം. ഷോർട്ട് ഫിലിം ശാപം. അതിപ്പോ ഞങ്ങൾ എന്താ ചെയ്തത്? അതൊന്നും പറയാൻ പറ്റില്ല. കടല് അവിടെ അറ്റത്ത് കിടക്കണേ. കടല എവിടെ? ആദ്യം തന്നു. ഒറ്റയ്ക്ക് നിന്റെ ഒരെണ്ണം തരില്ല. അവിടെ ഉണ്ടല്ലോ. എവിടെന്നാ മുറുക്ക്? ഇതിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. മാടമ്മലയിലെ ആ ഒറ്റപ്പെട്ട തറവാട്ടി. ഇത്തിരി ചില്ലി ചിക്കൻ പൊതിഞ്ഞ് ഒരു കുപ്പി ഓൾഡ് മങ്കുമായി ആ ഉമ്മറത്ത് കൊണ്ടുപോയി. ഓൾഡ് മങ്ക്? അത് കാരണവന്മാർക്കാ. റോക്കോടൊന്നും മാറി വെക്കണ്ടോ, അമ്മാര് വയലന്റ് ആവും. റമ്മു മതി. അപ്പൊ ദക്ഷിണ അടുത്ത ആഴ്ച തരാം. അടുത്ത ആഴ്ച അതിന്റെ അടുത്ത ആഴ്ച തരാം. അത് അവന്മാർക്ക് അടിക്കാരോ എനിക്ക് ഉറപ്പാട്ടോ. നമ്മുടെ അവന്മാരെ കയറി അടിക്കും. ഇതെന്താ മീന്? അത് ചിക്കൻ കിട്ടിയില്ല, അപ്പോൾ മീൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കാരണം പറഞ്ഞിട്ട് കഴുത്ത് കയറി പിടിക്കാറാണ്. പിന്നെ മീൻ എങ്ങനെ മീൻ എൻ്റെ ഒതുങ്ങിയിരിക്കണം. ഓ, നിന്റെ കാരണന്മാർക്ക് ആയിരിക്കും. ആ, എൻ്റെ മംഗലശ്ശേരി തറവാടെത്തി. കേൾക്കട്ടെ, എൻ്റെ കാരണന്മാർ ഡിന്നർ. പിന്നെ എങ്ങോട്ട് പോണ്? വെള്ളാട്ട പ്രോഗ്രാം സമയം. അതായത് കുഞ്ഞമ്മേണം. ആ, ശരി എന്നാ. ഈ മീൻ വന്നിട്ടുണ്ടോ? ഒരു മീൻ ഒരു മീൻ. അവിടെ നിന്ന് ആരില്ലല്ലോ. അല്ല ശരിക്കും അവന്മാര് പിന്നെ പ്രേതം അങ്ങനെ കുപ്പി കിട്ടാൻ വേണ്ടി പറഞ്ഞല്ലേ. ഒരു കുപ്പി കിട്ടിയാൽ പൊളിക്കൂ. അവന്മാരോട് പൊളക്കാനല്ലായിരുന്നു. ആ, ഇനിയിപ്പോ മാറി കേട്ടോ അവന്മാര്. കുപ്പി പോളിയാ. പൊന്നു മക്കളെ, ഞങ്ങള് കുപ്പിയിൽ നെഗറ്റീവിനെ നോക്കാൻ വന്നാണ്. ഒരു ഒറ്റ കുപ്പിനുണ്ടല്ലോ. എന്റെ കുപ്പി എന്റെ മീൻ കുപ്പിയും പോയി. ടച്ചിങ് സെന്റ് അച്ചാറില്ലോടാ. നീ വലിയ പണിക്കല്ലേ ഒഴിപ്പിക്കണ? ഓടാ അവിടുന്ന്. മൂത്രയ്ക്കാൻ മുട്ടിക്കണ എന്നോടാ നീ പ്രയോജനം ഒഴിപ്പിക്കാൻ പറയുന്നു. പോയി കുപ്പി. ഇയാളെന്താ കുറിച്ച് കളിക്കണേ? പണിക്കൊരു എന്നാ നീ വരലോണ്ട് പോകാൻ വരച്ച് കാണിക്കണ.
നിങ്ങൾക്ക് ജീവൻ വേണോ? എന്നാ ഓടിക്കാം. ஒன்ன சத்து சத்துன்னு அடிய போட்டு விட்டுருவேன். என்ன சண்டைக்கு கூட்டாவும் ஒன்ன பந்தயம் போட்டு நாம்பிய போல வந்தண்டி மன்னிப்பு கேட்டு அப்பையும் வீட்டுல கொண்டு போறாங்கல்ல போலீஸ் கம்ப்ளைண்ட் முண்டா என்ன கூண்டுல நிப்பாட்டு நம்மளுக்கு இருக்கு சப்பாட்டு பொண்டாட்டி அவங்க டாக்டர் லாப வரவேற்பாங்க உன்னோட மாமியா பெரிய டான்ஸ் ஃப்ளோரா கிடண்டி என்னோட ஏரியா உந்தோ ட்ரெஸும் பாசிதோ பிளாட்டே மரியா இது துட்டகம் துட்டகம் இட்டுக்கொண்ட நட்டுக்கம் நட்டுக்கமே அது நொடுக்கம் ஒடுக்கம் நின்றை கபராட்டக்கம் அடக்கமே இது துட்டகம் துட்டகம் இட்டுக்கொண்ட நட்டுக்கம் நட்டுக்கமே அது நொடுக்கம் ஒடுக்கம் நின்றை கபராட்டக்கம் அடக்கமே அடி போட்டு